നിങ്ങളൊക്കെ കൊറിയൻ ഡ്രാമാസ് കാണാറുണ്ടോ? ഞാനതിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, കൊറിയൻ ഡ്രാമാസിലൊക്കെ കണ്ട് വന്ന ഒരു ഫ്ലവറാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ടുലിപ്സ് ഫ്ലവേഴ്സ്. പക്ഷെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ വേണം പറയാൻ അത് ടുലിപ്സ് ആണോ ഇല്ലെങ്കിൽ ടുലിപ്സിൻ്റെ വെല്ലിപ്പാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു ക്രൈ പേപ്പർ എടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കണ്ട ആ ഒരു അളവിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് രണ്ടറ്റങ്ങളും സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് മടക്കിയെടുത്തിട്ട് അത് നിവർത്തിയിട്ട് ഒന്ന് ചുരുക്കാക്കിയിട്ട് കൊടുക്കുക. ചെറിയ ചുരുക്ക് വേണം കേട്ടോ, ചുരുക്ക് വേണം കേട്ടോ. എന്നിട്ട് ആ ചുരുക്കാക്കിയത് ഒരു വട്ടം മാത്രം ഒന്ന് തിരിച്ചിട്ട് ഒന്ന് സെൻറ്ററിലേക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 3 പെറ്റൽസ് വലുതും 3 പെറ്റൽസ് ചെറുതും ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഇത് കാണുന്നതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ ജീവിതത്തിൽ ഇതുവരെയായിട്ട് ടുലിപ്സ് കാണാത്തതുകൊണ്ട് എനിക്ക് ഇതിനെ ടുലിപ്സ് എന്ന് ധൈര്യത്തിൽ വിളിക്കാം. കാരണം ഞാൻ അതിലായിട്ടും കണ്ടിട്ടില്ലല്ലോ. അപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ ഇതന്നെ ടുലിപ്സ് അങ്ങനെ തന്നെ. അപ്പം നിങ്ങളും സി ഡ്രാമ, കെ ഡ്രാമ അങ്ങനത്തെ ഒക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്യണേ. കൂടെ നിങ്ങളുടെ ഫേവറേറ്റ് ഡ്രാമ ഏതാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതൊന്നും കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവർ ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ആരൊക്കെ ഒരേ ഫ്ലവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കാമല്ലോ. അപ്പോൾ പെറ്റൽസ് ആക്കി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഇതിൽ ഏറ്റവും സിമ്പിൾ പരിപാടി. ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, അതൊന്ന് നന്നായി ചുരുട്ടി വലിച്ചെറിയാൻ പക്കം എങ്ങനെ ചുരുട്ടുക അത്രയും അങ്ങോട്ട് ചുരുട്ടുക. പക്ഷെ വലിച്ചെറിയരുത്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. വലിച്ചെറിയരുത്, അത് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. എന്നിട്ട് നമ്മൾ സ്റ്റെം ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഈർക്കിളിലോ ഇല്ലെങ്കിൽ ചോപ്പ് സ്റ്റിക്കിലോ ഒന്ന് സാരി എടുപ്പിക്കുക, പച്ച സാരി എടുപ്പിക്കണം. എന്നിട്ട് ഈ ടിഷ്യൂ ബോൾ അതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓരോ ചെറിയ ഇതളുകൾ ആദ്യം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക, റൗണ്ടിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ മേലെ വലിയ ഇതളുകൾ സ്റ്റിക്ക് ചെയ്യുക. അപ്പം എല്ലാം മനസ്സിലായല്ലോ അല്ലേ? ഇതിപ്പോൾ ഇനി ടുലിപ്സ് ആയോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലവർ ആയോ അത് നിങ്ങൾ പറയണം, എനിക്കറിയില്ല.